എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 8ാം ക്ലാസ്സുകാർക്ക് ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ആക്ടിവിറ്റീസ് ഇല്ലല്ലേ, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് ഉടനെ തന്നെ തരുന്നതായിരിക്കും. അതുകൂടി ആകുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് 2 കൂടി കംപ്ലീറ്റ് ആവും. 3ക്ക് നിങ്ങൾ ഉടനെ ബഹളം വയ്ക്കരുത്. ഇനി മറ്റ് ക്ലാസ്സുകാരുടെ പെൻഡിങ് ഉള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സോഷ്യലിൻ്റെ 5th ചാപ്റ്റർ ഉണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി 3rd യൂണിറ്റ് എടുക്കും. ഇതുവരെ തന്നിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത് ഡിസ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ, പിന്നെ അതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സൈഡിൽ നിങ്ങളൊരു ആരോ മാർക്ക് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് നോക്കുക. അവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതുപോലെ ബ്ലൂ കളറിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ലിങ്ക്, എന്തിൻ്റെയെങ്കിലും വീഡിയോയുടെ ലിങ്ക് ഉണ്ടെങ്കിൽ അതും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ പ്ലേലിസ്റ്റ് അറിയാമല്ലോ. 4th ക്ലാസ് തൊട്ട് 12th വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുള്ള ഇംഗ്ലീഷിൻ്റെയോ സോഷ്യലിൻ്റെയോ എന്തോ ആയിക്കോട്ടെ, ഗ്രാമറിൻ്റെ എല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് കയറി നോക്കുക. ഇപ്പോൾ പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഇത് പുതിയൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് കുറേയേറെ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്നുകൂടി പറയുന്നത്. ഓക്കെ, നമുക്കിനി നേരെ നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് പേര്? ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്നുള്ളതാണ്. എഴുതിയിരിക്കുന്ന ആരാണ്? കാരോലിൻ ഷെർവിൻ ബെയ്ലി ആണ് എഴുതിയിരിക്കുന്നത്. ഓദറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ഒന്ന് വായിച്ച് നോക്കിയേക്കാം. ഇനി നമുക്ക് നേരിട്ട് തന്നെ എന്തിലേക്ക് പോകണം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകണം. ഞാൻ ചാപ്റ്റർ വായിക്കുകയാണ്. ആദ്യമേ നിങ്ങളൊരു പ്രാവശ്യം വായിച്ച് നോക്കുക. കുറേയേറെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടാൽ മതി. കാര്യം സ്വന്തമായിട്ട് വായിച്ചർത്ഥം മനസ്സിലാക്കണം. ഹൈസ്കൂൾ സ്റ്റുഡൻസ് അല്ലേ, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വായിക്കുകയാണ്. ദ പീപ്പിൾ, ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? കുറച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് വായിക്കുകയാണ്. പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്, ബട്ട് സംടൈംസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആർ റൈറ്റ് അണ്ടർ ദെയർ നോസസ് ആൻഡ് ദേ ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളിങ്ങനെ പല സ്ഥലത്ത് നടക്കും, പല രീതിയിൽ അന്വേഷിച്ച് നടക്കും. പക്ഷേ മിക്കവാറും ഉള്ളതിനെല്ലാം ഉത്തരം നമ്മുടെ തൊട്ട് മുറ്റത്തിലെ ചുറ്റുവട്ടത്ത് തന്നെ കാണും. ഈ ഉപ്പുകല്ലിൽ ഇരുന്ന ആൾ ഉപ്പ് അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കണക്കത്തെ കഥ. നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യം നമ്മൾ അറിയില്ല, തിരക്കി അങ്ങനെ പോകും. അതാണ് പറയുന്നത്. ഹിയർ ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ് ഹു എക്സ്പ്ലോർഡ് ഹിസ് സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. ഇവിടെ ഒരു കൊച്ചു കുട്ടി എന്തന്വേഷിച്ച് പോവുകയാണ്? അവൻ്റെ ആ പ്രദേശങ്ങളിലെല്ലാം, സറൗണ്ടിങ്സിലെല്ലാം നടക്കുകയാണ്. എന്തന്വേഷിച്ച? എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അത് തിരക്കി ഇങ്ങനെ നടക്കുന്നു. എന്താണത് എന്ന് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. On a cold, rainy and windy Saturday in October, a little boy was bored. എന്താണ് സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്നത്? ഒരു തണുത്ത നല്ല മഴയുള്ള കാറ്റുള്ള ഒരു സാറ്റർഡേയിൽ, ഇൻ ഒക്ടോബർ, ഏത് മാസം? ഒക്ടോബർ മാസത്തിൽ, a little boy was bored. എന്താ? ഒരു ലിറ്റിൽ ബോയ് വളരെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. He went down to the kitchen where his mother was reading the newspaper and he said, അവ ഇങ്ങോട്ടേക്ക് പോയി, കിച്ചണിലേക്ക് പോയി. അവിടെ ആരുണ്ട്? മദർ ഇരിപ്പുണ്ട്. മദർ ന്യൂസ് പേപ്പർ വായിക്കുന്നു. മദറിനോട് അവൻ എന്ത് പറയുന്നു? മം, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അമ്മ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഐ ആം ബോർഡ്. എനിക്ക് എന്താണ്? ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്നു, ബോറടിക്കുന്നു. എനിക്ക് ബോറടിക്കുന്നു. His mother looked up from her paper and smiled. അപ്പം അമ്മയ്ക്ക് എന്താ? പേപ്പറിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കിയിട്ട് എന്താ പറയുന്നത്? Why don't you draw a picture with your new crayons? അപ്പം നിനക്ക് എന്തുണ്ട്? പുതിയ ക്രയോൺസ് ഇല്ലേ? അപ്പം നീ അത് വെച്ചൊരു പടം വരയ്ക്കാത്തത് എന്താ? I already drew 100 pictures, he said. I am bored. എന്താണ്? ഞാൻ ഇപ്പം തന്നെ ഏകദേശം 100 പിക്ചർ വരച്ചു കഴിഞ്ഞു. എനിക്ക് ബോറടിക്കുന്നു, ബോർഡാണെന്ന് പറയുന്നു. Well, why don't you read one of your new library books? She suggested. അപ്പോൾ അടുത്ത വഴി എന്താണ്? നീ എന്താ നിന്റെ ലൈബ്രറി ബുക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്തു വെച്ചൊന്ന് വായിക്കാത്ത എന്താ? I already read all of my books 1,000 times. I am bored. He said. അപ്പോൾ എന്താ? പുസ്തകങ്ങൾ ഞാനൊരു 100 തവണ, അതും 1000 തവണ വായിച്ചു കഴിഞ്ഞു, എനിക്ക് പിന്നെയും ബോറടിക്കുന്നു എന്ന് പറയുന്നു.
ഹൈ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ്. അപ്പം നിന്റെ ടോയ്സ് വെച്ച് കളിച്ചാൽ എങ്ങനെയാ എന്നമ്മ ചോദിക്കുന്നു. ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് എ മില്യൺ ടോയ്സ്. ഐ ആം ബോർഡ്. അപ്പം എന്താ, ഞാനിപ്പോൾ മില്യൺ ടോയ്സ് വെച്ച് കളിച്ചു കഴിഞ്ഞു, എനിക്ക് ബോറടിക്കുന്നു. Most of the time, mothers don't like it when their children say they are bored. അല്ലേ, എനിക്ക് ബോറടിക്കുന്നു എന്ന് മക്കൾ പറയുന്നത് അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണോ? മിക്കവാറും അമ്മമാർക്കും അത് ഇഷ്ടമില്ല. I was never bored when I was your age. നിന്റെ ഈ പ്രായത്തിൽ ഞങ്ങൾക്കൊന്നും ബോറടിച്ചിട്ടില്ലല്ലോ എന്ന് ആര് പറയും? അമ്മമാർ പറയും. They say, though this can't be true, can it? എന്താ, അവർ പറഞ്ഞ സത്യമാണോ? അവരും ഇതിൻ്റെ അപ്പുറം ബോറടിച്ചിട്ടിരിക്കുന്നവരായിരിക്കും, പക്ഷെ സമ്മതിച്ചു തരുമോ? ഇല്ല. എങ്കിലും അവരിങ്ങനെ തന്നെ പറയും, അല്ലേ? The little boy's mother thought for a bit. അപ്പോൾ കുറച്ചു നേരം അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് പറയുന്നു? And then she said, അതിനുശേഷം അമ്മ പറയുകയാണ്, I remember one day when I was your age and I was bored. അപ്പം ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഒരു ദിവസം നീ ഇങ്ങനെ ബോറടിച്ചിരുന്നത് പോലെ നിന്റെ ഈ പ്രായത്തിൽ ഒരു ദിവസം എനിക്കും ബോറടിച്ചിട്ടുണ്ടായിരുന്നു. My mother, your grandmother, എൻ്റെ അമ്മ, അതായത് നിന്റെ മുത്തശ്ശി, sent me out to search for the strangest little house. ആ സമയത്ത് നിന്റെ മുത്തശ്ശി, അതായത് എൻ്റെ അമ്മ എങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടു? ഒരു സ്ട്രേഞ്ചേഴ്സ്, എന്താണ്, അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ ഒരു റെഡ് ഹൗസ് കണ്ടുപിടിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. ഇഫ് യു വുഡ് ലൈക്ക്, I can tell you just what she told me to do. അപ്പം എന്താണ്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനും എന്ത് പറയാം? അമ്മ എന്താണ് പറഞ്ഞു തന്നതെന്ന് നിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു തരാം. The little boy looked up. അപ്പം ആ കുട്ടി എന്താ, അമ്മയെ നോക്കുന്നു. His mother was bored once. എന്താ, അമ്മയ്ക്ക് ഒരിക്കൽ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. That was interesting. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. She said, first you need to put on your raincoat and your hat and your scarf and your mittens and your boots. അപ്പം എന്താണ് നീ ആദ്യം ചെയ്യേണ്ടത്? എന്താണ്, നീ നിന്റെ മഴക്കോട്ടിടണം, തൊപ്പിയിടണം, സ്കാർഫ് ഇടണം, പിന്നെന്താ, ബൂട്ട്സ് ഇടണം. ഇതൊക്കെ നീ ആദ്യം ധരിച്ചിട്ട് നീ എന്ത് ചെയ്യണം? Then you need to go outside. ഇനി നീ പുറത്തേക്ക് പോവുക. And then you need to walk up the block and down the block and around the block to look for the little house. അപ്പം എന്താ, ആ ഒരു ബ്ലോക്കില്ലേ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ മുകളിലെ ഭാഗത്തും താഴത്തെ ഭാഗത്തും അതിനെ റൗണ്ട് ചെയ്തും ഒക്കെ നീ നോക്കിക്കോ. എന്താ നീ നോക്കേണ്ടുന്നത്? ദാറ്റ് ലിറ്റിൽ ഹൗസ്. ആ ലിറ്റിൽ ഹൗസ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക. വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്? ദ ബോയ് ആസ്ക്ഡ്. അപ്പം ലിറ്റിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ മതിയോ? അത് എങ്ങനെ ഇരിക്കും എന്നറിയണ്ടേ? അത് കുട്ടി ചോദിക്കുന്നു. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. അപ്പം എന്താണ്, ലിറ്റിലാണ്, ചെറുതാണ്, റൗണ്ട് ആണ്, അതിന് എന്തില്ല? ജനലുകളില്ല, വാതിലുകളില്ല. ആ ചിമ്മിനി ഓൺ ടോപ്പ്. അതിൻ്റെ ടോപ്പ് ഭാഗത്ത് എന്തുണ്ട്? ഒരു ചിമ്മിനി ഉണ്ട്. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു സ്റ്റാർ ഉണ്ട്. ഷീ സെഡ്. അമ്മ പറഞ്ഞു. The little boy stared at her. I never saw a house like that before. Where is it? എന്താ, ഇങ്ങനൊരു വീടോ? ഞാൻ ഇങ്ങനൊരു വീട് ഇതുവരെ കണ്ടിട്ടില്ല. അത് എവിടെയാണ് എന്ന് ചോദിക്കുന്നു. His mother said. അമ്മ എന്താ പറയുന്നത്? I can't tell you. എനിക്ക് നിന്നോടത് പറയാനൊന്നും പറ്റില്ല. But if you keep your ears open and your eyes open and you look hard, you should find it not too far from here. അപ്പം എന്താ, ഞാനത് എന്തുവാ നിന്നോട് പറയത്തില്ല. പക്ഷെ നീ ഇങ്ങനെ നടന്നു പോകുന്നതിന് പകരം എന്ത് വേണം? നിന്റെ ചെവിയും നിന്റെ കണ്ണുമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. സൂക്ഷ്മമായി ഉപയോഗിച്ച് നീ പോവുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും വളരെ ദൂരത്തല്ല, തൊട്ടടുത്ത് നിന്ന് തന്നെ നിനക്കത് കണ്ടെത്താം എന്ന് പറയുന്നു. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദി സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് പോകേണ്ട ആവശ്യം പോലും നിനക്ക് വരില്ല. I will do it, he said. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ആര് പറയുന്നു? ഈ കുട്ടി പറയുന്നു. He bundled up in his raincoat and his hat, his scarf and mittens and his boots too and set out to find the little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പം എന്താണ് അമ്മ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം? എന്തൊക്കെയാ? ജനലുകളില്ല, വാതിലില്ല, മുകളിൽ ഒരു ചിമ്മിനിയേ ഉള്ളൂ, നടുക്കൊരു സ്റ്റാർ ഉള്ള ചുവന്ന ആ റെഡ് കളറുള്ള റൗണ്ട് ആയിട്ടുള്ള ആ വീട് കണ്ടെത്താനായിട്ട് അവൻ എന്താണ്, അവൻ്റെ ഡ്രസ്സും അതുപോലെ ഹാറ്റും ബൂട്ടും സ്കാർഫും ഒക്കെ ധരിച്ച് അവൻ ഇറങ്ങി.
He walked down his long block all the way to the corner. He saw white houses and blue houses and yellow houses and green houses. Then he saw a red house. അപ്പോൾ എന്താ, അവൻ ആ ബ്ലോക്കിലൂടെ നടക്കുമ്പോൾ അവൻ എന്തൊക്കെ കണ്ടിരുന്നു? വൈറ്റ് കളറിലുള്ള ഹൗസ്, ബ്ലൂ കളർ, യെല്ലോ, ഗ്രീൻ, ഇതെല്ലാം കണ്ടു. ലാസ്റ്റ് അവൻ എന്ത് കണ്ടു? ഒരു റെഡ് ഹൗസ് കണ്ടു. There it is, he cried. അവൻ പറയുകയാണ് എന്താ, അത് അവിടെ ഉണ്ട്. But wait, പക്ഷേ വെയിറ്റ് ചെയ്യണം. എന്താ കാര്യം? The house was square, not round. സ്ക്വയർ ആണ്, റൗണ്ട് അല്ല. ഇറ്റ് ഹാഡ് എ ചിമ്മിനി, അതിനൊരു ചിമ്മിനി ഉണ്ട്. ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. ഓൾ റൈറ്റ്, എന്താണ്? ചിമ്മിനി ഉണ്ട്, അത് കറക്റ്റ് ആണ്. പക്ഷേ ഒരുപാട് വിൻഡോസ് ഉണ്ട്. ഇറ്റ് ഹാഡ് എ ഡോർ ടു, അതിനൊരു ഡോർ ഉണ്ട്. ഹി കുഡിന്റ് ടെൽ ഇഫ് ദെയർ വാസ് എ സ്റ്റാർ, അപ്പോൾ അതിനകത്ത് സ്റ്റാർ ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ദ വിൻഡോസ് ഹാഡ് കർട്ടൻസ് ഓൺ ദ ഇൻസൈഡ്, വിൻഡോസിനെല്ലാം അകത്ത് കേർട്ടൻസും ഉണ്ട്. That can't be it, he said, and continued his march around the corner, up the long block and to the next corner. There were yellow houses and brown houses and many colored houses, but not one of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ ഇതെന്താ ഈ ഒരു വലിയ പാരഗ്രാഫ് ഒറ്റ രീതിയിൽ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. എന്തൊക്കെയാ? വീട് കണ്ടുപിടിക്കാൻ, ആ വീടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത്. എന്താണ്? ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ആണ്, അതിനകത്ത് ചിമ്മിനിയാണ്, പിന്നെ എന്തുണ്ട്? ഡോറും വിൻഡോസും ഒന്നും ഇല്ല, നടുക്കൊരു സ്റ്റാർ ഉണ്ട്. ഇങ്ങനെയുള്ളവരെണ്ണം കണ്ടെത്താൻ പറ്റിയില്ല. ഹീ സെഡ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച്. അപ്പം ആ വീട്, നേരത്തെ കണ്ട ആ വീട് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ നടക്കുകയാണ്. പിന്നെന്താ, അവൻ കോർണറിലെത്തി, ആ നീണ്ട കോർണറിലെത്തി, അടുത്ത കോർണറിലേക്ക് കടന്നു. അവിടെ നിന്നും ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുക. എന്തിനാ? ആ വീട് കണ്ടെത്താനായിട്ട് അവൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ കാണുന്ന വീടുകൾക്കെല്ലാം പലതരത്തിലുള്ള കളറുകളുണ്ട്. പക്ഷേ അമ്മ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരു വീടും അവൻ അവിടെയും കണ്ടില്ല. As he was standing on the sidewalk feeling puzzled, the little white mail truck pulled up. The mail carrier poked his head out of the window and said, "Little boy, are you lost?" അപ്പം എന്താ, അവൻ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം, വഴിയൊന്നും ആ ഉദ്ദേശമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആര് വരുന്നു? മെയിൽ കൊണ്ട് ആൾ വരുന്നു. എന്നിട്ട് അദ്ദേഹം എന്താ, ആ ഡോർ വിൻഡോയ്ക്കകത്തുനിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് എന്താ ചോദിക്കുന്നത്? ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? എന്താ, നിനക്ക് വഴി തെറ്റിയോ മോനെ? അതാണോ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. Oh no, the little boy replied, I live at Ivy Rock Lane, Bridgewater, New Jersey. അപ്പം എന്താ, എനിക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ ഐവി റോക്ക് ലൈനിൽ ബ്രിഡ്ജ് വാട്ടറിലുള്ള ന്യൂജേഴ്സിയിലുള്ള ഈ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റൈറ്റ് അറൗണ്ട് ദി കോർണർ, ദ മെയിൽ കാരിയർ സെഡ്. അപ്പം എന്താ, അതിവിടെ അടുത്ത് തന്നെയാണല്ലോ എന്ന് പറയുന്നു. നോ, യു ആർ നോട്ട് ലോസ്റ്റ്, അപ്പം നിനക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, ആ കുട്ടി എന്താ ചോദിക്കുന്നേ? ഡു യു നോ where everyone lives around here? അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാമോ? I am looking for a special house. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ഹൗസ് ആണ് നോക്കുന്നത് എന്ന് പറയുന്നു. The mail carrier said proudly, "Of course I do, little boy. That's my job. What house do you want to find?" അപ്പം എന്താ, എൻ്റെ ജോലി ഇതല്ലേ, എല്ലായിടത്തും മെയിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് എന്താണ്, ഈ ഭാഗത്തുള്ള ഒരുവിധം എല്ലാ വീടുകളും അറിയാം. അപ്പം എനിക്കത് ഉറപ്പായിട്ടും പറ്റും. What house do you want to find? എങ്ങനത്തെ വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടുന്നത് എന്ന് ചോദിക്കുന്നു. The little boy said, അപ്പം ആ കുട്ടി എന്താ പറയുന്നേ? My mother sent me to find a little round red house. എന്നെ എന്താ അമ്മ പറഞ്ഞിട്ടിരിക്കുന്നത്? വളരെ ചെറിയ റെഡ് ആയിട്ടുള്ള റൗണ്ടിലിരിക്കുന്ന ഒരു ഹൗസ് കണ്ടെത്തണം. വിത്ത് നോ വിൻഡോസ് ആൻഡ് ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. എന്തൊക്കെയാണ് ഇത്? ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കണം. ആ വീടിൻ്റെ എങ്ങനത്തെ വീടാണ് കണ്ടെത്താനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴായാലും ഇത് എഴുതണം. അതെന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. അടുത്ത എന്താണ്? ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്, I have been to every house in town, but I have never seen a house like that before. എനിക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും അറിയാം, ഞാൻ എല്ലായിടവും പോയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനൊരു വീട് കണ്ടിട്ടില്ല. Are you sure your mother isn't pulling your leg? നിന്റെ അമ്മ നിന്നെ കളിയാക്കിയതല്ലോ, പറ്റിച്ചതല്ലോ എന്ന് ചോദിക്കുന്നു. Oh no, the little boy answered. അല്ല എന്നാര് പറയുന്നു? ലിറ്റിൽ ബോയ് പറയുന്നു. പുള്ളിങ് യുവർ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളത്തരം പറഞ്ഞ് അവരെ കബളിപ്പിച്ച് വിശ്വസിപ്പിക്കുന്നതിനാണ് നമ്മൾ പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ കുട്ടി എന്താ പറയുന്നത്? ഓ നോ, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. ഒരിക്കലും അല്ല എന്ന് പറയുന്നു. മൈ മദർ വുഡ്ന്റ് ടീസ് മീ. അമ്മ ഒരിക്കലും എന്നെ കളിയാക്കില്ല. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ്
മൈ ഏജ് സോ ഐ നോ ഇറ്റ് ഈസ് റിയൽ. അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു വീട് അമ്മയുടെ കുട്ടിക്കാലത്തിൽ, അതായത് എൻ്റെ പ്രായത്തിൽ അമ്മയും തിരക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സത്യമാണെന്ന് എനിക്ക് അറിയാമെന്ന് കുട്ടി പറയുന്നു. ദ മെയിൽ കാരിയർ ഷോക്ക് ഹിസ് ഹെഡ് സോറഫുള്ളി ആൻഡ് സെഡ്. അപ്പം എന്താ, എനിക്ക് പറ്റിയില്ല എന്നുള്ള രീതിയിൽ സോറഫുള്ളി തല കുലുക്കിക്കൊണ്ട് മെയിൽ കാരിയർ എന്ത് പറയുന്നു? സോറി, ഐ കാൺട്ട് ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല കുട്ടി എന്ന് പറയുന്നു. മൈ ഫ്രണ്ട്, ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ഓൺ മൈ വേ, ഇറ്റ് ഈസ് ടൈം ടു ഡെലിവർ ദി മെയിൽ. അപ്പോൾ എന്താ, എനിക്ക് സമയമായി പോകാൻ, എനിക്ക് എന്ത് വേണം, ഡെലിവർ ചെയ്യണം, മെയിലെല്ലാം ഡെലിവർ ചെയ്യേണ്ട സമയമായി, അപ്പോൾ ഞാൻ ദാണ്ടെ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്നു. വേവിങ് ഗുഡ് ബൈ ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദി റോഡ്സ്. അപ്പോൾ എന്താ, ടാറ്റയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ദ ലിറ്റിൽ ബോയ് ട്രോംഡ് അറൗണ്ട് ദ നെക്സ്റ്റ് കോർണർ ആൻഡ് ഡൗൺ ദി ബ്ലോക്ക്. എവറി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. സം വെയർ റെഡ്, സം ഹാഡ് ചിമ്നീസ്, ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദി മിഡിൽ. അപ്പോൾ അവ എന്ത് ചെയ്യുന്നു? വീണ്ടും നെക്സ്റ്റ് കോർണറിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് എന്താ തിരക്കിക്കൊണ്ടിരിക്കുന്ന? ഇങ്ങനൊരു വീടിനെ പറ്റി തിരക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ഒരുപാട് റെഡ് ഹൗസുകൾ കണ്ടു, പക്ഷെ അമ്മ പറഞ്ഞ രീതിയിലുള്ള വീടുകളൊന്നും അവൻ അവിടെയും കണ്ടില്ല. He stopped again to think and looked up to see a police car cruising down the street. It pulled up alongside him and a police officer poked her head out of the window. അപ്പം പിന്നെ അവൻ എന്ത് കണ്ടു? ഒരു പോലീസിൻ്റെ വണ്ടി അവിടേക്ക് വന്നു നിൽക്കുന്നു. അവനെ കണ്ടിട്ട് അതിൽ നിന്നും ഒരു പോലീസുകാരി എന്താ ഹെഡ് പുറത്തേക്ക് ഇട്ടിട്ട് എന്താ ചോദിക്കുന്ന? ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? എന്താണ് ലിറ്റിൽ ബോയ്, നിനക്ക് വഴി തെറ്റിയോ എന്ന് ചോദിക്കുന്നു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്. ഇല്ല, വഴി തെറ്റിയിട്ടില്ല എന്ന് ആര് പറയുന്നു? ലിറ്റിൽ ബോയ് പറയുന്നു. ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ്വാട്ടർ, ന്യൂ ജേഴ്സി. അവൻ എവിടെ താമസിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ പറയുന്നു. ദാറ്റ് ഈസ് റൈറ്റ് അറൗണ്ട് ദി ബ്ലോക്ക്, ദ പോലീസ് ഓഫീസർ സെഡ്. നോ, യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പം എന്താ, അത് ഇവിടെ അടുത്താണല്ലോ, ആ ബ്ലോക്കിന് അപ്പുറമാണ്, അപ്പം നിനക്ക് എന്താ വഴി തെറ്റിയിട്ടില്ല. ദ ലിറ്റിൽ ബോയ് ആസ്ഡ്. അപ്പം ലിറ്റിൽ ബോയ് എന്താ ചോദിക്കുന്നത്? ഡു യു നോ വെയർ എവ്രി വൺ ലീവ്സ് അറൗണ്ട് ഹിയർ? അപ്പം ഇവിടെ അടുത്തുള്ള ആൾക്കാരെ വീടുകളും ഒക്കെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഞാനൊരു പ്രത്യേകതരം വീട് നോക്കിയാണ് വന്നത്. I asked the mail carrier and he didn't know where it was. ഞാനത് മെയിൽ കാരിയറോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ വീട് അറിയില്ല എന്ന് പറഞ്ഞു. The officer said, little boy, I know this neighborhood like the back of my hand. എനിക്ക് വളരെ നല്ല രീതിയിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, വളരെ നല്ല രീതിയിൽ ഈ ഭാഗം എല്ലാം അറിയാം എന്ന് പറയുന്നു. I drive up these streets and down these streets every day. അപ്പം ഞാനിതിന് മുകളിലോട്ടും താഴേക്കും സ്ഥിരമായിട്ട് മുകളിലോട്ടും താഴോട്ടും പോകാറുള്ളതാണ്. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൗണ്ട് ഹിയർ. വാട്ട് ഹൗസ് ഡു യു വോണ്ട് ടു ഫൈൻഡ്? അപ്പം എൻ്റെ ഡ്യൂട്ടിയാണല്ലേ ഇവിടെ കൂടെ മിക്കവാറും റൗണ്ട് ചെയ്ത് പോകുന്നത്, എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനിവിടെ എല്ലാം സേഫ് ആണോ എന്ന് അറിയാൻ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ എന്താ, നിനക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കുന്നു. ദ ലിറ്റിൽ ബോയ് സെഡ്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, a chimney on top and a star in the middle. അപ്പോൾ എന്തിനാണ് അമ്മ പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നു. Little boy, the officer said, I have been past every house in this town, but I have never seen a house like that before. Are you sure that is what your mother said? അപ്പം എന്താ, ഞാനിവിടെ സ്ഥിരമായിട്ട് വരികയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, പക്ഷെ എന്താ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരെണ്ണവും കണ്ടിട്ടില്ല. നിന്റെ അമ്മ പറഞ്ഞത് സത്യമാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. Oh yes, the little boy answered. ലിറ്റിൽ ബോയ് മറുപടി പറയുന്നു, അതെ. She said she found the same house when she was just my age, so I know it is real. അപ്പം എന്താ, അമ്മ എൻ്റെ പ്രായത്തിൽ ഇതുപോലുള്ള ഒരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് എനിക്ക് അറിയാം. The police officer said, sorry, I can't help you, buddy. I have got to be getting back to my street patrol. അപ്പോൾ സ്ട്രീറ്റ് പെട്രോൾ സമയം, പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ പോലീസ് ഇങ്ങനെ വണ്ടിയിൽ പോകത്തില്ലേ, അപ്പോൾ ആ ഒരു ടൈമാണ്. അപ്പോൾ എനിക്കിനി തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ട സമയമായി, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസർ പോകുന്നു. വേവിങ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദി റോഡ്. അപ്പോൾ എന്താ, ഗുഡ് ബൈയും പറഞ്ഞ് അവർ പോകുന്നു. The little boy was getting discouraged. His mother said he wouldn't even need to cross the street, but no matter how hard he looked, he could not find the house he was looking for. അപ്പം എന്താ, അവന് ഭയങ്കര വിഷമായി. അമ്മ എന്താ പറഞ്ഞത്? സ്ട്രീറ്റ് ക്രോസ് ചെയ്യേണ്ടി പോലും വരില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കണ്ടെത്താൻ പറ്റിയില്ല, അതാണ് വിഷമം. There was just one more house to check, and that was Mr.
Fetzer's house at the end of the block. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അവസാനം ഒരു ആളുടെ വീടുണ്ട്. എന്താ പേര്? മിസ്റ്റർ ഫെറ്റ്സർ. അദ്ദേഹത്തിൻ്റെ വീടാണ് ഇനി എനിക്ക് ബാലൻസ് ഉള്ളത്. ഇനി ഞാൻ അങ്ങോട്ടാണ് പോകേണ്ടുന്നത്. മിസ്റ്റർ ഫെറ്റ്സർ ഹാഡ് ലിവ്ഡ് ഇൻ ദി നെയ്ബർഹുഡ് ഫോർ ലോങ്ങർ ദാൻ എനിവൺ. ഇപ്പം എന്താ, ഇവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ടോ അതിനെയൊക്കെക്കാളും മുമ്പേ താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ താമസിക്കുന്ന എല്ലാവരെക്കാളും ആദ്യം ഇവിടെ താമസിക്കുന്ന ആളാരാണ്? മിസ്റ്റർ ഫെറ്റ്സർ ആണ്. Years and years ago, there were many farms in Bridgewater, but one by one the land had been sold. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് എന്തുണ്ടായിരുന്നു? ഒരുപാട് ഫാംസ് ഉണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് കഴിയും തോറും അതൊക്കെ വിറ്റ് വന്നു. ആൻഡ് ഹൗസസ് വെയർ ബിൽറ്റ്. ദർ ഹാഡ് വൺസ് ബീൻ ഫീൽഡ്സ് ഓഫ് ജേഴ്സി, ടൊമാറ്റോസ് ആൻഡ് വൈറ്റ് ഗോൾഡ്. പണ്ട് ഒരുപാട് കൃഷി നടന്നിരുന്ന ആ ഭാഗത്തൊക്കെ ഇപ്പം എന്താണ്? വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. ഇനി ഇവിടെ അടുത്ത് അവശേഷിക്കുന്ന ഒരേ ഒരു ഫാം ആരുടേതാണ്? മിസ്റ്റർ ഫെറ്റ്സറിൻ്റെതാണ്. He ran a small farm stand and sold the fresh fruits and vegetables he grew in his gardens and orchards. അപ്പോൾ എന്താ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫലത്തിൻ്റെ ഉദ്യാനമുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്ത് വളർത്തുന്നുണ്ട്. If anyone knows where that house is, he should. ഇനി ആ വീടിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അദ്ദേഹമായിരിക്കും. ദ ലിറ്റിൽ ബോയ് ഊഹിക്കുകയാണ്. സോ അപ്പ് ഹി ട്രഡ്ജഡ് ടു മിസ്റ്റർ ഫെസ്റ്റേഴ്സ് ബാൻ ആൻഡ് ഡിസ്പിയർഡ് ഇൻസൈഡ്. അപ്പോൾ ഇങ്ങോട്ട് പോയി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയിട്ട് അവിടേക്ക് നോക്കുകയാണ്. എന്താണ്? there was the farmer packing apples into boxes. അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? ഫാർമർ. അദ്ദേഹം എന്താണ്? മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. He was packing apples into boxes. ബോക്സസിനകത്ത് ആപ്പിൾ പാക്ക് ചെയ്യുന്നു. He looked up. അദ്ദേഹം മുകളിലേക്ക് നോക്കി. Why, hello there, young fella. What can I do for you? Come for a taste of my apple cider. അപ്പോൾ എന്താണ്? കയറി വരൂ, എന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. പിന്നെന്താ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആപ്പിളിൻ്റെ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് കുടിച്ച് നോക്കുന്നു പറഞ്ഞ് കൊടുക്കുന്നു. He poured a cup and handed it to the little boy. അപ്പോൾ എന്താ, ഒരു കപ്പിലേക്ക് ഒഴിച്ച് അത് ആ കുട്ടിക്ക് കൊടുക്കുന്നു. The little boy drank it down gratefully. Hunting for houses was thirsty work. The cider tasted sweet and tart all at the same time. അപ്പോൾ എന്താണ്, അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് വാങ്ങിച്ച് കുടിക്കുന്നു. എന്താ ഇങ്ങനെ ഈ വീടുകൾ അന്വേഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമുള്ള പരിപാടിയാണ്. നല്ല ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങി കുടിക്കുന്നു. മധുരവും ഉണ്ട്, അതുപോലെ ചെറിയ എരിവും അതിന് ഉണ്ട്. താങ്ക്സ് ഫോർ ദിസ് സൈഡർ, ദ ലിറ്റിൽ ബോയ് സെഡ്. മിസ്റ്റർ ഫിറ്റ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. അപ്പോൾ എന്താണ്, നന്ദി പറയുന്നു. അതിനുശേഷം എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഞാനൊരു വീട് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. സെയിം സെൻറ്റൻസ്. ഇറ്റ് ഇസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ് ആൻഡ് ദി ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഇത്രയും പറയുന്നു. മൈ മദർ സേസ് യു ഹാവ് ലിവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി. എൻ്റെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളിവിടെ മറ്റാരേക്കാൾ കൂടുതൽ കാലമായി താമസിക്കുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്, സോ ഐ തോട്ട് യു മൈറ്റ് നോ വെയർ ഇറ്റ് ഈസ്. അപ്പം അമ്മ എൻ്റെ പ്രായത്തിലിരുന്ന സമയത്ത് ഈ വീട് കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ്റ്റർ ഫെറ്റ്സർ സ്മൈൽ. മിസ്റ്റർ ഫെറ്റ്സർ ചിരിക്കുന്നു. സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷീ വാസ് ജസ്റ്റ് ലിറ്റിൽ ഗേൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ആലോചിക്കുന്നു? നിൻ്റെ അമ്മയെ, ഈ ലിറ്റിൽ ഗേൾ ആയിരുന്ന സമയത്ത് നിൻ്റെ അമ്മയെ ഞാൻ ആലോചിക്കുന്നു. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. ഇതുപോലൊരു ദിവസമാണ് നിൻ്റെ അമ്മ എന്നെ അന്വേഷിച്ച് ഇതിന് വന്നത്. സീംസ് ടു മീ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു. അപ്പോൾ എന്താ, നിൻ്റെ അമ്മയും ഇതുപോലെ ഒരു വീട് അന്വേഷിച്ചാണ് വന്നത്. ജസ്റ്റ് ലൈക്ക് ദ വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. നീ ഇപ്പോൾ വിശദീകരിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഒരു വീട്. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വെയർ ടു സെൻഡ് ഹർ. അപ്പോൾ എനിക്ക് എന്തറിയാമായിരുന്നു? അത് കണ്ടുപിടിക്കാൻ, അവളെ എവിടേക്ക് പറഞ്ഞു വിടണം എന്ന് എനിക്ക് അറിയാമായിരുന്നു. ദി ഫാമർ വോക്ക്ഡ് ഔട്ട്സൈഡ് ആൻഡ് പോയിന്റഡ് ടു ഹിസ് ഓർച്ചാർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കായ്ക്കനി തോട്ടം ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് പറയുന്നു? അപ്പോൺ ദി ഹിൽ സീ ദോസ് ട്രീസ്. നീ പോയിട്ട് ആ മരങ്ങൾ കണ്ടോ? റൺ അപ്പ് ദേർ ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട് ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. അപ്പം നീ അവിടെ പോയി മൊത്തത്തിലൊന്ന് നോക്കുക. എനിക്ക് ഉറപ്പാണ്, എന്താ, നീ അവിടെ പോയാൽ നീ അന്വേഷിക്കുന്നത് നീ കണ്ടെത്തും.
The little boy ran across the field and up the hill. He stood under one of the apple trees and looked all around. അപ്പോൾ എന്ത് ചെയ്ത് അവൻ ഓടിപ്പോയിട്ട് എവിടെ നിന്ന് ഒരു ആപ്പിൾ ട്രീയുടെ മൂട്ടിൽ നിന്നിട്ട് താഴെ നിന്നിട്ട് എന്താണ് ചുറ്റും നോക്കുന്നു. The wind was blowing a dancing breeze and it blew up a red apple right off the tree. അപ്പോൾ എന്താ കാറ്റടിച്ചപ്പോൾ ഒരു ചുവന്ന ആപ്പിൾ വന്ന് ആപ്പിൾ മരത്തിന്റെ വലതു ഭാഗത്തേക്ക് വീഴുകയാണ്. Tang, the apple landed at his feet. അപ്പോൾ എന്താ അത് എവിടേക്കാ വന്ന് വീണേ? അവൻ്റെ കാലിൻ്റെ ഭാഗത്ത് വന്ന് വീണു. Picking it up, the little boy took a closer look. അപ്പോൾ അതിനെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചവൻ നോക്കി. A little round red house. ലിറ്റിലാണ്, റൗണ്ട് ആണ്, റെഡ് കളറുള്ള ഹൗസാണ്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. വിൻഡോസ് ഇല്ല, ജനലുകളില്ല, വാതിലുകളില്ല. ഹി സെഡ് ടേണിങ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഷൈനി റെഡ് സർഫസ്. ആ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഷൈനി നല്ല തിളക്കമുള്ള റെഡ് കളറുള്ള അതിൻ്റെ സർഫസ് പ്രതലത്തിൽ ഇങ്ങനെ നോക്കി. ആ ചിമ്നി ഓൺ ടോപ്പ്, എന്താണ് അതിൻ്റെ തണ്ടില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത് ചിമ്മിനി എന്ന് ഉദ്ദേശിക്കുന്നത്. ടോപ്പിൽ ഒരു ചിമ്നി ഉണ്ട്. ഹി സെഡ് ടച്ചിങ് ദ സ്റ്റെം, ആ സ്റ്റാർ ഇൻ ദ മിഡിൽ. ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. നടുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിരുന്നു? ഒരു സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിനി എങ്ങനെ കണ്ടുപിടിക്കും? ഹി പുട്ട് ദ ആപ്പിൾ ഇൻ ഹിസ് റെയിൻകോട്ട് പോക്കറ്റ് ആൻഡ് റാൻ ഓൾ ദ വേ ഹോം. പെട്ടെന്ന് തന്നെ റെയിൻകോട്ടിന്റെ പോക്കറ്റിലേക്ക് അത് എടുത്തിട്ടിട്ട് അവൻ എങ്ങോട്ടേക്ക് ഓടി? വീട്ടിലേക്ക് ഓടി. മം മം ഹി ട്രൈഡ്, ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്. അമ്മേ, എനിക്ക് തോന്നുന്നു ഞാനത് കണ്ടെത്തിയെന്ന്. ഹിസ് മദർ സ്മൈൽഡ് വെൻ ഹി ടുക്ക് ദി ആപ്പിൾ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹെർ. അപ്പോൾ എന്താ, അവൻ അതെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അമ്മ ചിരിച്ചു. ഐ തിങ്ക് യു ഡിഡ് ടു. അപ്പം നീ കണ്ടെത്തിയെന്ന് എനിക്കും തോന്നുന്നു. ഷീ സെഡ്. A little round red house with no windows and no doors. എന്താണിത്? ലിറ്റിലാണ്, റെഡ് കളറിലുള്ള പിന്നെന്താണ് വീടാണ്. അതിനെന്തില്ല? വിൻഡോസ് ഇല്ല, ഡോറുകളില്ല. ആൻഡ് ചിമ്മിനി ഓൺ ടോപ്പ്, മുകളിൽ എന്തുണ്ട്? ഒരു ചിമ്മിനി ഉണ്ട്. ബട്ട് വേർ ഇസ് ദ സ്റ്റാർ ഹി ആസ്ക്ഡ്. അപ്പം അതിനകത്തൊരു സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെ എന്ന് ചോദിക്കുന്നു. ഷീ പിക്ഡ് അപ്പ് എ ഷാർപ്പ് നൈഫ് ഫ്രം ദ ടേബിൾ. അവൾ എന്തെടുത്തു? ഒരു നൈഫ്, ഒരു കത്തി എടുത്തു. പ്ലേസിംഗ് ദി ആപ്പിൾ ഓൺ ഇറ്റ് സൈഡ് ഓൺ എ പ്ലേറ്റ് ഷീ കട്ട് ഇറ്റ് ഇൻ ഹാഫ്. നടുക്ക് ഇങ്ങനെ മുറിക്കുന്നു. ഇങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ അതിനകത്ത് സ്റ്റാർ നമുക്ക് കാണാം. ഇങ്ങനെ മുറിച്ചു. റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ ആൻഡ് ദെയർ ഇൻ ദി സെന്റർ വാസ് എ സ്റ്റാർ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ സെൻറ്ററിൽ എന്തുണ്ടായി? സ്റ്റാർ ഉണ്ടായിരുന്നു. ഓ ഹൗ വണ്ടർഫുൾ. ദെയർ ഇൻസൈഡ് ദി ആപ്പിൾ ലേ എ സ്റ്റാർ ഹോൾഡിംഗ് 5 ബ്രൗൺ സീഡ്സ്. അപ്പം എന്താ, അതിൻ്റെ നടുക്ക് ഭാഗത്ത് എന്തുണ്ട്? 5 ബ്രൗൺ കളറിലുള്ള സീഡ്സ് ഉണ്ട് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദി സ്റ്റാർ. ഈസൻറ്റ് ഇറ്റ്? എന്താ, സ്റ്റാറിനെ നോക്കാതെ അതെടുത്ത് കഴിക്കുന്നതും വണ്ടർഫുൾ ആണ് അല്ലേ എന്ന് ചോദിക്കുന്നു. ദ ലിറ്റിൽ ബോയ് സെഡ് ടു ഹിസ് മദർ, ഈസ് ഇൻഡീഡ് ആൻസേർഡ് ഹിസ് മദർ. അതെ എന്നാര് പറയുന്നു? അമ്മ പറയുന്നു. ഇത്രയുമാണ് ഈ ഒരു വർക്ക്. ഇതായപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് 2 കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ഇല്ല അല്ലേ, ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഉള്ളൂ. അതുകൂടി ആകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ പോർഷൻസ് നമ്മൾ അത്രയും എത്തി നിർത്തുകയാണ്. ഇതുവരെ പഠിപ്പിച്ചതിനി പഠിക്കുക. യൂണിറ്റ് 3 ഉടനെ തുടങ്ങില്ല. മറ്റ് ക്ലാസ്സുകാരുടെ അതെല്ലാം ഒരുവിധം ആക്കിയിട്ടേ തുടങ്ങുള്ളൂ. നിങ്ങളുടെ സോഷ്യലും ഉണ്ട്. സോഷ്യൽ ഇംഗ്ലീഷ് ഒരുവിധം ആക്കിയിട്ടേ സോഷ്യൽ തുടങ്ങും എന്നുള്ളതുകൊണ്ടാണ് പെൻഡിങ് ഇട്ടുന്നത്. ഓക്കെ, ഇനി ഏതാണ്? ഏൻഷ്യൻ തമിഴകം അല്ലേ, അതിൻ്റെ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്യുന്നതായിരിക്കും. 7th സോഷ്യലും ഉടനെ തന്നെ തുടങ്ങും. അതുപോലെ 3rd ക്ലാസ്സും തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 50,000 മുകളിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരടുത്തും ഞാൻ നന്ദി പറയുകയാണ്. പ്രധാനമായിട്ടും 8th 7th സ്റ്റാൻഡേർഡ് തന്നെയാണ് പറയാനുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് നിങ്ങളുടെ ക്ലാസ്സിനാണ്. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നമ്മളടുത്ത് നന്ദി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അത് തരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് സാവകാശം വേണം. ഒരു മൊബൈൽ ഫോണും കൂടി ഞങ്ങൾക്ക് വേണം, എങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.